5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മടങ്ങിയെത്തും. 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ പര്യടനമായിരുന്നു ഇത്. 8 ദിവസം നീണ്ടുനിന്ന പര്യടനത്തിൽ ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു. നമീബിയയിൽ പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ സന്ദർശനമായിരുന്നു ഇത്. 3 പതിറ്റാണ്ടിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായാണ് നമീബിയ സന്ദർശിക്കുന്നത്. ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI ഈ വർഷം അവസാനത്തോടെ നമീബിയയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമീബിയൻ പ്രസിഡന്റ് നെദുംബോയുമായി നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനം. ഡിജിറ്റൽ ടെക്നോളജി, പ്രതിരോധം, സുരക്ഷ, കൃഷി, ആരോഗ്യമേഖല, വിദ്യാഭ്യാസം, അപൂർവ ധാതുക്കൾ എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിനും ധാരണയായിട്ടുണ്ട്. നമീബിയയിൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കുവാനും ആരോഗ്യ മരുന്ന് രംഗത്ത് കൈകോർക്കുവാനുമുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു. നമീബിയയുടെ ഏറ്റവും പരമോന്നത സിവിലിയൻ അംഗീകാരമായ ഓർഡർ ഓഫ് ദ മോസ്റ്റ് ഏൻഷ്യന്റ് വെൽവിച്ചിയ മിറാബിലസ് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. വിദേശ രാജ്യത്തു നിന്ന് മോദിക്ക് ലഭിക്കുന്ന 27ാമത്തെ അംഗീകാരമാണിത്. നേരത്തെ 5 രാജ്യങ്ങളിൽ സന്ദർശനത്തിന് തുടക്കമിട്ട് ഘാനയിലെ അക്രയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രസിഡന്റ് ജോൺ ദ്രാമനി മഹാമയുടെ നേതൃത്വത്തിലാണ് വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. ഗാർഡ് ഓഫ് ഓണറും നൽകി. 3 പതിറ്റാണ്ടിന് ശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഘാനയിലെത്തുന്നത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശിച്ച പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തിന്റെ ഉയർന്ന സിവിലിയൻ ബഹുമതി സമ്മാനിച്ചിരുന്നു. 140 കോടി ഇന്ത്യക്കാരുടെ പേരിൽ ബഹുമതിയിൽ അഭിമാനിക്കുന്നുവെന്നും മോദി പറഞ്ഞു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രി കമല പെർസത്ത് ബിസേറയും മന്ത്രിമാരുമടക്കം 4000 പേർ പങ്കെടുത്തു. കരീബിയൻ ദ്വീപായ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഇന്ത്യൻ സമൂഹത്തെ മോദി പ്രശംസിച്ചു. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി അർജന്റീനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഹവിയർ മിലയുമായി ധാതുക്കൾ അടക്കമുള്ള തന്ത്രപ്രധാന വിഷയങ്ങളിൽ ചർച്ച നടത്തി. വ്യാപാരം, ഊർജം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുവാനും ധാരണയായി. വെള്ളിയാഴ്ച വൈകിട്ട് അർജന്റീനയിലെത്തിയ മോദി വിമോചന നായകൻ ജനറൽ ഹൊസൈദെ സാൻ മാർട്ടിന്റെ സ്മാരകത്തിൽ ആദരമർപ്പിച്ചു. അർജന്റീന, ചിലെ, പെറു എന്നിവിടങ്ങളിലെ സ്പാനിഷ് വാഴ്ച അവസാനിപ്പിക്കുവാനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സാൻ മാർട്ടിന്റെ സ്മൃതി കുടീരം മോദി സന്ദർശിച്ചു. അർജന്റീന സന്ദർശനം പൂർത്തിയാക്കി ബ്രസീലിലെത്തിയ മോദിയെ ഉച്ചകോടി വേദിയായ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ടിൽ ബ്രസീൽ പ്രസിഡന്റ് ലുസ ഡെസിൽവ സ്വീകരിച്ചു. ബ്രസീലിൽ മോദിയുടെ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനമായിരുന്നു. ബ്രസീലിൽ ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ചയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ഇടപാട് 5 വർഷത്തിനുള്ളിൽ $20 ബില്യൺ വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചു. അതേസമയം ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ സ്ഥാപക അംഗങ്ങളായിട്ടുള്ള ബ്രിക്സ് കൂട്ടായ്മയുടെ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന 17ാമത് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. വികസ്വര രാജ്യങ്ങൾ ഇരട്ടത്താപ്പിന്റെ ഇരയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പറഞ്ഞു. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ വികസനത്തിന്റെ കാര്യത്തിലും സ്രോതസ്സുകളുടെ ലഭ്യതയിലും സുരക്ഷാ സംബന്ധമായ തലങ്ങളിലും ഇരട്ടത്താപ്പ് നേരിടുകയാണെന്ന് മോദി ചൂണ്ടിക്കാട്ടി.